പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തവൻ്റെ അപരിമയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം അതിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇവിടെ പറയുകയാണ്, അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. അതായത് ഇപ്രകാരം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6-ാമത്തെ തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. തിരുസഭയിലെ ഓരോ അംഗവും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മാമോദീസ എന്നൊരു കൂദാശ സ്വീകരിക്കുന്ന നിമിഷം തന്നെ ആ ദൈവത്തിൻ്റെ അനന്തമായ കരുണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം താണിറങ്ങി വസിക്കുവാൻ തുടങ്ങുന്നു. ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗതുല്യമായി മാറ്റപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം ഒരു വ്യക്തിയുടെ ആത്മാവിൽ വന്ന് വസിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ക്രോവന്മാരും ശ്രാപ്പന്മാരും മുഖ്യദൂതന്മാരും സെറാബുകളും എല്ലാം അവൻ്റെ ആത്മാവിന് ചുറ്റുമുണ്ട്. കാരണം കർത്താവിന് ചുറ്റും സ്വർഗീയ ദൂതന്മാരും മാലാഖമാരുമുണ്ട്. ആ കർത്താവിൻ്റെ ചുറ്റും സ്വർഗീയ ദൂതന്മാരും മാലാഖമാരുമുണ്ട് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൽ പരിശുദ്ധ ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരുടെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച നിമിഷം തന്നെ ആ മാമോദിസായിലൂടെ ഈ പരിശുദ്ധ ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയുടെ ആത്മാവിൽ വന്ന് വാസമുറപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ ആത്മാവ് സ്വർഗത്തിലായി കഴിഞ്ഞു. ഒരു സംശയവുമില്ല. അതിൻ്റെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് 6-ാമത്തെ വചനത്തിൽ എഫേസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ. എഫേസോസിലെ സഭ എന്ന് പറഞ്ഞത് മാമോദിസ സ്വീകരിച്ച, ജ്ഞാനസ്നാനം സ്വീകരിച്ച വിശ്വാസികളുടെ സമൂഹമാണ്. ആ സമൂഹത്തിന് ലേഖനം എഴുതുമ്പോൾ എന്തിനാണ് ഈ ലേഖനം എഴുതിയത്? അവരിലുണ്ടായിരുന്ന തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടി, അവർക്ക് പ്രബോധനമുണ്ടാകുവാൻ വേണ്ടി, അവരുടെ ജീവിതത്തിലൊരു ശ്വാസനമുണ്ടാകാൻ വേണ്ടി, അവരുടെ ജീവിതത്തിലൊരു നീതിയിലുള്ള പരിശീലനം ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടപ്പോൾ പറയുകയാണ്, 6-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ചു. യേശുക്രിസ്തുവിനോടുകൂടെ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ആത്മീയ ശരീരത്തെ അവിടുന്ന് ഉയർപ്പിച്ചു. ഉയർപ്പിക്കുക മാത്രമല്ല, സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. നിസ്സാരമല്ല ദൈവത്തിൻ്റെ കാരുണ്യം, നിസ്സാരമല്ല. ഒരു വ്യക്തിയുടെ ആത്മാവിനെ ദൈവം സ്വർഗത്തിൽ യേശുക്രിസ്തുവിനോടുകൂടെ ഇരുത്തുന്നു, ഒന്നാക്കി മാറ്റുന്നു. കർത്താവിൻ്റെ മടിയിൽ തന്നെയായിരിക്കാൻ ഇരുത്തുന്നത്, അല്ലെ കർത്താവിനോടൊപ്പം ഇരുത്തുന്നു. ഒപ്പം എന്നാണ് വചനത്തിൽ എഴുതി വെച്ചേക്കുന്നത്. യേശുക്രിസ്തുവിനോടുകൂടി നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. അവനോട് കൂടെ മാറ്റിയിരുത്തില്ല, അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ, ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്തത് എന്ന് പറഞ്ഞാൽ
ആ കർത്താവിൻ്റെ കൃപയും കാരുണ്യവും ഓരോ മനുഷ്യരിലേക്കും, ആ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഓരോ മനുഷ്യരിലേക്കും അതവിടുന്ന് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് സ്വീകരിക്കരുതെന്ന് സാത്താന് വലിയ നിർബന്ധമുണ്ട്. കാരണം ഒരു വ്യക്തി ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ അവൻ സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ ഇരുത്തപ്പെടുമെന്ന് സാത്താന് നന്നായിട്ടറിയാം. അതുകൊണ്ട് മാമോദീസ കൊടുക്കേണ്ട വ്യക്തികളും പറയും, മാമോദീസ ഇപ്പം സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കർത്താവ് നിങ്ങളെ സ്വീകരിച്ചോളൂ. അങ്ങനെ പറഞ്ഞ് അവരെ കൊണ്ടും പിശാച് പറഞ്ഞ് ആ മാമോദീസ കൊടുപ്പിക്കാതെ മാറ്റി നിർത്തും. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പം മാമോദീസ സ്വീകരിച്ചാൽ അത് അവരുടെ മതത്തിൽ ചേരാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യയാണ്. അതുകൊണ്ട് അതൊന്നും വേണ്ട, പുറത്തു നിന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, അപ്പോൾ യേശു നമുക്ക് അനുഗ്രഹം തരും. ശരിയാണ്, അനുഗ്രഹം തരും. ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടുള്ള അനേകം മേഖലകളിലുള്ള കൃപകൾ, സാമൂഹ്യമായ മേഖലകളിലുള്ള, സാമ്പത്തികമായ മേഖലകളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർത്താവ് ഈശോമിശിഹ കൊടുക്കും. കാനാൻകാരി സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കിയ കർത്താവ് അവളിലേക്ക് കരുണ ചൊരിഞ്ഞതുപോലെ തന്നെ കരുണ ചൊരിയും. പക്ഷേ ആത്മാവിന് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ ഒന്നായി മാറ്റപ്പെടണമെങ്കിൽ, ആ കർത്താവിൻ്റെ കരുണയും കൃപയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആ കൃപാസമൃദ്ധി ഒഴുകിയെത്തണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ ഒന്നായി മാറ്റപ്പെടണം. ആ ഒന്നായി മാറ്റപ്പെടുന്ന കൂദാശയാണ് മാമോദീസ എന്ന കൂദാശ. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പാപികളും ബലഹീനരും അയോഗ്യരുമായ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കാരുണ്യത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയോടുകൂടെ ഇരുത്തി അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിയുന്ന അവിടുത്തെ അനന്തമായ സമൃദ്ധിയെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എന്നും അങ്ങയോടുകൂടി ആയിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.